എണ്ണ വിപണിയിൽ ആശ്വാസകരമായ മാറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ആദ്യമായി അസംസ്കൃത എണ്ണയുടെ അന്താരാഷ്ട്ര വില ഒരു ബാരലിന് $800 താഴെ എത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറയുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതുമാണ് എണ്ണവില താഴാൻ പ്രധാന കാരണം. വിപണിയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം അമേരിക്കയും ഇറാനും തമ്മിൽ ഉടനൊരു ഇടക്കാല സമാധാന കരാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് ആഗോള എണ്ണ വിപണിക്ക് വലിയ ആശ്വാസമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടൽ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലൊടുക്ക് വീണ്ടും പൂർണ്ണമായി തുറക്കപ്പെടുന്ന പ്രതീക്ഷ ഇതിലൂടെ ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ഹോർമൂസ് കടലൊടുക്കിലൂടെയുള്ള ചരക്കു നീക്കം വലിയ തോതിൽ ബാധിക്കപ്പെട്ടിരുന്നു. നിരവധി കപ്പലുകൾ വൈകിയെത്തുന്നതും എണ്ണ വിതരണത്തിൽ തടസ്സം നേരിടുന്നതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഇതിന്റെ ഫലമായി ലോകത്തിലെ പല രാജ്യങ്ങളുടെയും എണ്ണശേഖരത്തിൽ കുറവുണ്ടായി. വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതോടെ എണ്ണവിലയും ഉയർന്ന നിലയിൽ തുടർന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഹോർമൂസ് കടലൊടുക്ക് വീണ്ടും സജീവമാകുമെന്ന പ്രതീക്ഷയോടെ വ്യാപാരികൾ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. കൂടുതൽ എണ്ണ ആഗോള വിപണിയിലേക്ക് എത്തിത്തുടങ്ങിയാൽ വിതരണം മെച്ചപ്പെടുകയും വിലയിൽ സമ്മർദ്ദം കുറയുകയും ചെയ്യുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചൊവ്വാഴ്ച നടന്ന വ്യാപാരത്തിൽ ബ്രെന്റ് ക്രൂഡ് എണ്ണയുടെ വില ഒരു ബാരലിന് ഏകദേശം $79 നിലവാരത്തിലായിരുന്നു. വ്യാപാരത്തിനിടെ ഇത് $78 താഴ്ന്നിരുന്നു. അതേസമയം അമേരിക്കൻ വിപണിയിലെ പ്രധാന മാനദണ്ഡമായ വെസ്റ്റ് ടെക്സ് ഇന്റർമീഡിയറ്റ് ക്രൂഡിന്റെ വില $76 നിലവാരത്തിലെത്തി. ഈ വിലക്കുറവ് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എണ്ണവില $80 മുകളിലായിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയാണ് അന്ന് വില ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ സമാധാന സാധ്യതകൾ ശക്തമായതോടെ വിപണി പുതിയ പ്രതീക്ഷയിലേക്കാണ് നീങ്ങുന്നത്. എങ്കിലും എല്ലാ ആശങ്കകളും അവസാനിച്ചിട്ടില്ല. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യം സമാധാന ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും പുതിയ സംഘർഷം എണ്ണവിലയെ വീണ്ടും ഉയർത്താൻ കാരണമാകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. ഹോർമൂസ് കടലൊടുക്ക് തുടർന്നാൽ ആദ്യം ചെയ്യുക എണ്ണശേഖരം വർദ്ധിപ്പിക്കലായിരിക്കും. കഴിഞ്ഞ 3 മാസമായി വിതരണത്തിലുണ്ടായ തടസ്സം കാരണം പല രാജ്യങ്ങളും അവരുടെ സംഭരണ ശേഖരത്തിൽ നിന്ന് എണ്ണ ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. ആയതിനാൽ പുതിയ വിതരണങ്ങൾ ആരംഭിച്ചാൽ രാജ്യങ്ങൾ ആദ്യം അവരുടെ കരുതൽ ശേഖരം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കയറ്റുമതി സാധാരണ നിലയിലാകുന്നതോടെ ലോകവിപണിയിൽ ലഭ്യത വർദ്ധിക്കും. അതുവഴി വില സ്ഥിരത കൈവരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രക്രിയയ്ക്ക് കുറച്ചു സമയം വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതിനിടെ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില കുറയുമോ എന്ന ചോദ്യമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില താഴ്ന്നാലും ഇന്ത്യയിലുടൻ ഇന്ധനവില കുറയുമെന്ന് പ്രതീക്ഷിക്കാനാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതിന് പ്രധാന കാരണം ആഗോള വിപണിയിലെ വിലക്കുറവ് സ്ഥിരതയുള്ളതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്തതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ദീർഘകാല സമാധാനം ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ വിപണിക്ക് പൂർണ്ണ ആത്മവിശ്വാസം ലഭിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നപ്പോഴും ഇന്ത്യയിലെ എണ്ണ വിതരണ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നു. ആ സമ്മർദ്ദം പരിഹരിച്ച ശേഷമായിരിക്കും വില കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാകുക എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എണ്ണവില വർദ്ധിച്ചിരുന്ന കാലയളവിൽ കമ്പനികൾക്ക് ചില ഉൽപ്പന്നങ്ങളിൽ നഷ്ടം സഹിക്കേണ്ടി വന്നിരുന്നു. പിന്നീട് ഇന്ധനവിലയിൽ വരുത്തിയ വർധനവിലൂടെ ആ നഷ്ടത്തിന്റെ ഒരു ഭാഗം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആയതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ ചെറിയ വിലക്കുറവ് മാത്രം കണക്കിലെടുത്ത് ഉടൻ വില കുറയ്ക്കാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. ലഭ്യമായ കണക്കുകൾ പ്രകാരം എണ്ണ വിതരണ കമ്പനികളുടെ സാമ്പത്തിക സമ്മർദ്ദത്തിൽ ഇപ്പോൾ കുറച്ച് ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട്. ജൂൺ 15 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് പെട്രോളിൽ കമ്പനികൾ നേരിടുന്ന അണ്ടർ റിക്കവറി നഷ്ടം ലിറ്ററിന് ഏകദേശം $3 കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡീസലിന്റെ സ്ഥിതി ഇപ്പോഴും അത്ര അനുകൂലമല്ല. ഡീസൽ ലിറ്ററിന് $27 വരെ അണ്ടർ റിക്കവറി തുടരാനുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജൂൺ 15 ഇന്ത്യ ഒരു ബാരൽ എണ്ണ ഏകദേശം $83 നിരക്കിലാണ് വാങ്ങിയത്. ആയതിനാൽ ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കാണുന്ന വിലക്കുറവ് തുടർന്നാൽ മാത്രമേ അതിന്റെ നേട്ടം ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയുള്ളൂ. ആഗോള എണ്ണ വിപണിയിൽ ഇപ്പോൾ പ്രതീക്ഷയുടെ സൂചനകളാണ് കാണുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾ വിജയിക്കുകയും ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും തുറക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ എണ്ണ വിതരണം മെച്ചപ്പെടും. അതുവഴി അസംസ്കൃത എണ്ണ വിലയിൽ കൂടുതൽ സ്ഥിരത ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ ഉപഭോക്താക്കൾക്ക് ഉടൻ വിലക്കുറവ് ലഭിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ വേണ്ട. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും എണ്ണ കമ്പനികളും സർക്കാരും ഇന്ധനവില സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ആയതിനാൽ ഇന്ധനവില കുറയുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും അതിന് ഇനിയും കുറച്ചു സമയം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിലവിലെ സാഹചര്യം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.